CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചൂണ്ടൽ, കേച്ചേരി, കൂനമുച്ചി, മറ്റം, ആളൂർ മേഖലകളിൽ കേബിൾ TV സർവീസും ഇന്റർനെറ്റ് സംവിധാനവും താറുമാറായി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കേച്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള പ്രദേശത്ത് റോഡ് അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി നടപ്പാക്കിയ ഗതാഗത നിയന്ത്രണത്തെ തുടർന്ന് വലിയ വാഹനങ്ങൾ മേഖലയിലൂടെ കടത്തിവിട്ടതുമൂലം കേബിളുകൾ വ്യാപകമായി പൊട്ടിയതാണ് കേബിൾ TV ഇന്റർനെറ്റ് സംവിധാനങ്ങൾ താറുമാറാകുന്നതിലേക്ക് നയിച്ചത്. 16 വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പെങ്ങാമുക്ക് സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പെങ്ങാമുക്ക് സ്വദേശി 60 വയസ്സുള്ള അബൂബക്കറിനെയാണ് കുന്നംകുളം SHO UK ഷാജഹാന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. അമ്പാടിക്കണ്ണന്റെ പിറന്നാൾ ദിനമായ അഷ്ടമി രോഹിണി നാളെ ഉണ്ണിക്കണ്ണന്മാരാലും ഗോപികമാരാലും ഗുരുഭവനപുരി അമ്പാടിയായി മാറും. വിപുലമായ ആഘോഷ പരിപാടികളാണ് ഗുരുവായൂരിൽ നടക്കുക. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ പോലീസ് സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്ന് നഗരസഭയിൽ ചേർന്ന ഗതാഗത ഉപദേശക സമിതി യോഗം പോലീസിനോട് ആവശ്യപ്പെട്ടു. ഓണത്തോടനുബന്ധിച്ച് നഗരത്തിലെ ഗതാഗത ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാനാണ് നഗരസഭാ ചെയർപേഴ്സൺ ചേംബറിൽ ഉപദേശക സമിതി യോഗം ചേർന്നത്. കുന്നംകുളത്ത് വീണ്ടും ലഹരിവേട്ട. അതിമാരക സിന്തറ്റിക് മയക്കുമരുന്നായ MDMA-യുമായി അകലാട് സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. അകലാട് സ്വദേശി 29 വയസ്സുള്ള അനസാണ് പിടിയിലായത്. എരുമപ്പെട്ടിയിൽ 14 വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച കോൺഗ്രസ് നേതാവും വടക്കാഞ്ചേരി ബ്ലോക്ക് മെമ്പറുമായ MM സലീമിനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് DYFI SFI പ്രവർത്തകർ എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പുതുതായി നിർമ്മിച്ച LED കുരിശ് പ്രകാശിപ്പിച്ചു. കണ്ണനെ കാണാൻ പതിവു തെറ്റാതെ പദയാത്രയായി പാലക്കാട് എലപ്പുള്ളിയിൽ നിന്ന് 40 അംഗ സംഘം ഗുരുഭവനപുരിയിലെത്തി. അഷ്ടമി രോഹിണി നാളിൽ കണ്ണനെ കാണാൻ 45-ാമത്തെ വർഷമാണ് ഇവരെത്തുന്നത്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് VHSS നാഷണൽ സർവീസ് സ്കീമിന്റെയും ആയുർവേദ ഡിസ്പെൻസറിയുടെയും ആഭിമുഖ്യത്തിൽ സ്കൂളിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. എളവള്ളി ഗ്രാമീണ വായനശാല ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനുള്ള ധനശേഖരണത്തിന്റെ ഭാഗമായി ഫുഡ് ഫെസ്റ്റ് ചലഞ്ച് സംഘടിപ്പിച്ചു. വായനശാലയിൽ വെച്ച് നടത്തിയ ഫുഡ് ഫെസ്റ്റിൽ നിന്നും ലഭിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. തലക്കോട്ടുകര ഭഗവതി ക്ഷേത്രത്തിൽ തത്വമസി ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശവിളക്ക് മഹോത്സവത്തിന് പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള വിളക്ക് കുറിക്കൽ ചടങ്ങ് നടന്നു. നവംബർ 30 ശനിയാഴ്ചയാണ് ദേശവിളക്ക്. തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന 38ാമത് തൃശൂർ ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി സാൻഡ്ര ഐറിൻ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. മറ്റം സെന്റ് തോമസ് ഫൊറാന ദേവാലയത്തിൽ സമ്പൂർണ്ണ ബൈബിൾ പകർത്തിയെഴുത്തിന് തുടക്കമായി. വെള്ളിത്തുരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിച്ചു. മാലിന്യമുക്തം നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി പുന്നൂർ ഗ്രാമപഞ്ചായത്ത് ശില്പശാല സംഘടിപ്പിച്ചു. ബാലഗോകുലം വേലൂരിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ശ്രീകൃഷ്ണ ജയന്തി മഹോത്സവത്തിന്റെ വിളംബരം കുറിച്ചുകൊണ്ട് പതാക ദിനം നടന്നു. +2 വിദ്യാർത്ഥിയുടെ ഭാവനയിൽ നിർമ്മിച്ച ഓടിപ്പായുന്ന വാഹനം നാട്ടുകാരിൽ കൗതുകമാകുന്നു. മന്നലാങ്കുന്ന് ബീച്ച് കിഴക്കോട്ട് മുഹമ്മദ് സുഹൈബാണ് കൗതുകകരമായ വാഹനം നിർമ്മിച്ച് താരമായത്. തൃച്ചൂർ നോർത്ത് ലയൺസ് ക്ലബിന്റെയും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി കേച്ചേരി യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധന തീവ്ര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSC വിഭാഗം NSS യൂണിറ്റ് സേവിതം ദ്വിദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി അയ്യൂർ ജംഗ്ഷനിൽ സമത്വജ്വാല സംഘടിപ്പിച്ചു. ചാവക്കാട് ഹദ്ദാദ് പുത്തൻപള്ളി ആണ്ട് നേർച്ചയോടനുബന്ധിച്ചുള്ള അന്നദാന വിതരണം നടന്നു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പുന്നൂർകുളം താലൂക്ക് ബാലഗോകുലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ ഗോപൂജ നടത്തി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ തൃശൂർ ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ക്ലിമിസ് മെത്രോപൊലിത്തയുടെ പൗരോഹിത്യ വാർഷികം ആഘോഷിച്ചു. മരത്തംകോട് MGM LP സ്കൂളിൽ കാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി പഴയകാല ഉപകരണങ്ങളുടെ പ്രദർശനവും കർഷക അവാർഡ് ജേതാവുമായുള്ള അഭിമുഖവും നടത്തി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.